ഈശംശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് ആണ്ടുവട്ടത്തിലെ 19-ാമത്തെ ആഴ്ചയിലെ ശനിയാഴ്ച, മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 13, 14, 15 വാക്യങ്ങൾ. ശിശുക്കളെ ശിഷ്യന്മാർ തടയുമ്പോൾ ഈശോ പറയുന്ന വാക്യമാണ് ഇവിടെ ശ്രദ്ധേയമായ രംഗം എന്ന് പറയുന്നത്. ഈ ശിശുക്കൾ ഈശോയുടെ അരികിലേക്ക് കൊണ്ടുവരികയാണ്, അല്ലെങ്കിൽ അവർ വരികയാണ്. അപ്പോൾ ഈശോയുടെ അരികിൽ നിന്ന് ശിഷ്യന്മാർ കുഞ്ഞുങ്ങളെ തടയുകയാണ്. ഈശോ പറയുകയാണ്, ശിശുക്കളെ എൻ്റെ അടുക്കിലേക്ക് വരുവാൻ അനുവദിക്കുവാൻ, അവരെ തടയരുത്, എന്തെന്നാൽ സ്വർഗരാജ്യം അവരെ പോലെ ഉള്ളവരുടേതാണ് ആണ് പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്തേക്ക് വരാൻ അനുവദിക്കുക, സ്വർഗരാജ്യം അവരെ പോലെ ഉള്ളവരുടേതാണ്. അതായത് അതിനകത്തൊരു ലോജിക്കലി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ ചിന്തിക്കാൻ സാധിക്കും. എൻ്റെ അടുക്കൽ വരാൻ ആഗ്രഹിക്കുന്നത്, അത് ശിശുക്കളാവട്ടെ വലിയവരാവട്ടെ, അവരുടെ മനസ്സ് ശിശുക്കളുടേതാണ്. അവർ ദൈവത്തിൽ പൂർണ്ണമായി ശരണപ്പെടുന്നു, ആശ്രയിക്കുന്നു. അതാണ് ശിശുത്വം എന്ന് പറയുന്നത്. അവർ ശിശുവായിരിക്കും എന്ന് പറയുന്ന അവസ്ഥ. അത് ശരീരത്തിൻ്റെയോ പ്രായത്തിൻ്റെ അവസ്ഥയല്ല, മനസ്സിൻ്റെ അല്ലെങ്കിൽ ആത്മീയമായൊരവസ്ഥയാണ്. കർത്താവിൽ പൂർണ്ണമായി ശരണപ്പെടുന്നു എന്നുള്ളത്. അങ്ങനെ ശരണപ്പെടാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ ശിശുക്കളാണ്. അതിനി ഒരു 80 കഴിഞ്ഞ ആളാണെങ്കിലും 50 കഴിഞ്ഞ ആളാണെങ്കിലും ഒക്കെ അയാൾ ശിശുവാണ്. അങ്ങനെയെങ്കിൽ എന്താണ് അതിൻ്റെ രണ്ടാമത്തെ വസ്തുത? അവരെ പോലെയുള്ളവരുടേതാണ് സ്വർഗരാജ്യം. നിങ്ങൾ ഏത് പ്രായത്തിൽപ്പെട്ടവരോ ആയിക്കോട്ടെ, എൻ്റെ അടുത്ത് വരാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ, നിങ്ങൾ എന്നിൽ ശരണപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിശുവാണ്. നിങ്ങൾക്കാണ് സ്വർഗരാജ്യം. നിങ്ങൾ എന്നിൽ ശരണപ്പെടുന്നില്ല എങ്കിൽ നിങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ശിശുവല്ല, എൻ്റെ കുഞ്ഞല്ല. നിങ്ങൾക്ക് സ്വർഗരാജ്യം താല്പര്യമില്ല, അതുകൊണ്ട് അവകാശപ്പെടുത്താൻ സാധിക്കത്തുമില്ല. ഇതാണ് എൻ്റെ ഒരു ലോജിക്കലി നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നൊരു വസ്തുത. ഈശോ നമ്മളെ നോക്കിക്കൊണ്ട് പറയുകയാണ്, നിങ്ങൾ എൻ്റെ അരികിൽ വരിക, എൻ്റെ അടുത്ത് വന്ന് എന്നിൽ ശരണപ്പെടുമ്പോൾ നീ എൻ്റെ ശിശുവായി മാറുന്നു. അപ്പോൾ നിനക്ക് സ്വർഗരാജ്യം അവകാശപ്പെടുത്താം. കർത്താവിൻ്റെ കുഞ്ഞായി മാറി, കർത്താവിൻ്റെ കയ്യിലെ കുഞ്ഞായി മാറി, കർത്താവിൻ്റെ മാറിടത്തോട് ചേർന്നിരിക്കുമ്പോൾ അതാണ് സ്വർഗമെന്ന തിരിച്ചറിവിൽ സ്വർഗം ആസ്വദിക്കാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.